CPM-ലെ ഒരു വിഭാഗം തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അൻവറിനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിപ്പിച്ചത്. അതാണല്ലോ അൻവർ പറയുന്നത്. അതിൽ അൻവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അറിയിച്ചു, അവർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു, അങ്ങനെ അൻവർ അത് പറയുന്നു. പക്ഷെ പിന്നീട് അവർ ആ പിന്തുണ നൽകിയില്ല. മുഖ്യമന്ത്രി തിരിഞ്ഞല്ലോ. മുഖ്യമന്ത്രി ശക്തമായിട്ട് തന്നെ അൻവറിനെതിരെ പ്രതികരിച്ചതോടുകൂടി അവർ പിന്നെ അൻവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതായി. ഇതാണ് അൻവറിന്റെ ന്യായം. മഞ്ജുഷ, CPM-ന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് 10 കൊല്ലം CPM-നൊപ്പം നടന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്രയും വിചിത്ര ജീവിയോ അതല്ലെങ്കിൽ ശൈശവ ദിശയിൽ കഴിയുന്ന ഒരു മനുഷ്യനായി മാത്രമേ പുത്തൻവീട്ടിൽ അൻവറിനെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കപ്പെടണമെങ്കിൽ പുറത്തുനിന്ന് ആരെക്കൊണ്ടെങ്കിലും ഉന്നയിക്കുന്ന ശീലം CPM-നില്ല. CPM-ന്റെ ബ്രാഞ്ച് ഘടകം മുതൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച്, സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അത്തരം ചർച്ച ചെയ്യുന്നതിന് ആരെയും മുഖത്ത് നോക്കി ചർച്ച ചെയ്യുന്നതിന് ഭയമുള്ളതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ സാഗൂതം CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു സംഘടനാ സമ്മേളനത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതായി നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പോലും ചോർത്തിയെടുക്കാനായിട്ടില്ല. അതിന്റെ അർത്ഥം ഇതൊക്കെ ഭാവനാവിലാസത്തിൽ CPM-നുള്ളിൽ 2 ആശയധാരകൾ ഉണ്ടെന്നും CPM-നുള്ളിൽ ഏതോ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആരൊക്കെയോ തുനിയുന്നുണ്ടെന്നും ധ്വനി വരുത്തുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീ MR അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടു. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 37 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ആ ഫ്ളാറ്റ് 62 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ആ ആരോപണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരു ഫ്ളാറ്റിന് ബുക്ക് ചെയ്യുകയും ആ ഫ്ളാറ്റിൽ EMI അടച്ച് ആ ഫ്ളാറ്റ് സ്വന്തമാക്കുകയും അതിന്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ആ കൺസ്ട്രക്ഷൻ കംപ്ലീഷൻ ആയതിനു ശേഷമാണ് ആ ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അത് വിറ്റു. ആ വിറ്റത് സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം ഇന്നലെ വാങ്ങിയ ഫ്ളാറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം വിറ്റു എന്ന അർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. കേരളത്തിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പരിശോധിക്കുകയും ആ ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന്റെ പ്രശ്നം എന്താ? ഇപ്പോ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിധേനയും ഏതെങ്കിലും കൂടാരത്തിലെത്തണം. അതിന് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്നത് UDF-ന്റെ പാളയത്തിലാണ്. അതിന് ശ്രീ VD സതീശനെ സുഖിപ്പിക്കണം. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് പറച്ചിൽ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്തും ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ആളാണ്. ശരിയാണ്. ശ്രീ മോഹൻ വർഗീസ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ അഭയം തേടി തന്നെയാണല്ലോ ഈ മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്, അല്ലെ? VD സതീശന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല, അല്ലെ? പ്രായോഗിക വരാൻ വേണ്ടി